വീണ് കിട്ടിയ ആഭരണവും പണവും തിരികെ നൽകിയ യു.എ റെസിഡന്റ് ആയിട്ടുള്ള രണ്ടാളുകളെ ദുബായ് പോലീസ് ആദരിച്ചിരിക്കുകയാണ്. നൈഫ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ചാണ് ഇവർക്ക് ഈ വിലപിടിപ്പുള്ള വസ്തുക്കൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് തിരികെ നൽകിയത്. മുഹമ്മദ് അസം, സയ്യിദ് അഹമ്മദ് എന്നു പേരുള്ള രണ്ടു പേർക്കാണ് അഭിനന്ദന സർട്ടിഫിക്കറ്റും ഇവരുടെ സത്യസന്ധതയെ ദുബായ് പോലീസ് പ്രശംസിക്കുകയും ചെയ്തത്. രാജ്യത്ത് സത്യസന്ധമായി ആരെങ്കിലും പെരുമാറുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോൾ അത് പൊതുജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും രാജ്യത്തിന്റെ പ്രശസ്തിക്ക് സംഭാവന നൽകുന്ന കാര്യവുമാണെന്നാണ് പോലീസ് പറഞ്ഞത്. ഇരുവരും തങ്ങൾക്ക് ലഭിച്ച അംഗീകാരത്തിന് ദുബായ് പോലീസിനോട് നന്ദിയും പറഞ്ഞു. അബുദാബിയിലെ സ്വകാര്യ സ്കൂളുകളിൽ പുതിയ ട്യൂഷൻ ഫീ നയം അനുസരിച്ച് 2025-26 അധ്യയന വർഷത്തിലെ ഫീ മാതാപിതാക്കൾക്ക് തവണകളായി അടക്കാൻ സാധിക്കും. ഈ ഒരു കരാറിൽ രക്ഷിതാക്കൾക്ക് ഒപ്പിടാൻ സാധിക്കും. കുറഞ്ഞത് 3 തവണയോ പരമാവധി 10 തവണയോ ആയിട്ട് ട്യൂഷൻ ഫീ അടക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അധ്യയന വർഷം ആരംഭിച്ച 1 മാസത്തിനുള്ളിൽ ആദ്യ ഗഡു സ്കൂളുകൾക്ക് വാങ്ങിക്കുകയും ചെയ്യാൻ സാധിക്കും. രാജ്യത്ത് താപനിലയിൽ ക്രമാതീതമായിട്ടുള്ള വർധനവ് തുടരുകയാണ്. ഇന്ന് രാജ്യത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ 38 ഡിഗ്രി സെൽഷ്യസ് മുതൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചൂട് അനുഭവപ്പെട്ടത്. എന്നാൽ ചിലയിടങ്ങളിൽ താപനില വർദ്ധിച്ചതോടൊപ്പം തന്നെ ഭാഗികമായിട്ട് മേഘാവൃതമായിട്ടുള്ള ഒരു അന്തരീക്ഷം കാണപ്പെട്ടതായിട്ട് NCM അറിയിക്കുന്നുണ്ട്. ഇനി നാളത്തെ ഒരു കാലാവസ്ഥ പരിശോധിക്കുന്ന സമയത്ത് നാളെ ഞായറാഴ്ച ദുബായ് എമിറേറ്റിൽ പരമാവധി താപനില 38 ഡിഗ്രി സെൽഷ്യസ് ആവുമെന്നാണ് പറയുന്നത്. കുറഞ്ഞത് 29 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും. ഇനി അബുദാബി എമിറേറ്റിന്റെ കാര്യം പരിശോധിക്കുന്ന സമയത്ത് നാളെ പരമാവധി താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയേക്കാം. കുറഞ്ഞത് 26 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കുമെന്നും NCM അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മണിക്കൂറിൽ 10 കിലോമീറ്റർ മുതൽ 30 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുള്ളതായിട്ട് കൂടി പറയുന്നു. 2024 കണക്കുകൾ മാത്രം പരിശോധിക്കുന്ന സമയത്ത് മൊബിലിറ്റി നിക്ഷേപത്തിൽ അബുദാബി വൻ കുതിപ്പാണ് നടത്തിയിട്ടുള്ളത്. പൊതു ബസ് യാത്രക്കാരുടെ എണ്ണത്തിൽ മാത്രം 90 മില്യണിലധികം 90 മില്യൺ കവിഞ്ഞതായിട്ടാണ് പറയുന്നത്. ഇനി സമുദ്ര ഗതാഗതം ഉപയോഗിച്ചവരാകട്ടെ 1,68,000-ത്തിലധികമാണ്. വിമാനയാത്രയിൽ 28 മില്യണിലധികം ആളുകളും എമിറേറ്റിലൂടെ കടന്നുപോയതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എമിറേറ്റിന്റെ പുരോഗതിയും നവീകരണവും ഒക്കെ എടുത്തു കാണിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഈ ഒരു കണക്കുകൾ പറയുന്നത്. ഇന്ന് 2025 ഏപ്രിൽ 5 ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ്. Night updates supported by Tasi Gold and Diamonds, Partha Signature Abu Shagara Sharjah, Cuties International, Time Express Cargo, Marmam Diary, TMG Global Business Setup, 123 Cargo, Prime Medical Center, Autocart Used Cars, Ayush Care, Lucky Center, Kalyan Jewelers, Lulu, Gold Star Rent-A-Car, Ayurmana Ayurveda and Panchakarma Center, Hashim Hypermarket, Bliss Institute,